ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സാക്ഷാൽ ഡോൺ കാർലോ അഞ്ചലോട്ടിയുടെ 5 പ്രാവശ്യം വേൾഡ് കപ്പിൽ മുത്തമിട്ട ചങ്ങായിമാരാണ്. കഴിഞ്ഞ 24 വർഷമായിട്ട് അവർ ഒരു കപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ കപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഈ 2026 അവസാനിപ്പിക്കാനാണ് കാർലോ അഞ്ചലോട്ടി എന്ന് പറയുന്ന ആ ഒരു മിടുമിടുക്കനായ കോച്ചിനെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 2002 അവസാനമായിട്ട് ബ്രസീൽ മഞ്ഞപ്പട അവരുടെ ലോക ചാമ്പ്യൻ 5ാമത്തെ കിരീടം നേടുന്നത്. അപ്പോൾ അതിനുശേഷം ഒരുപാട് മത്സരങ്ങളിൽ ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലേക്കാണ് അവർ ഈ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ 2026 അവരുടെ നീണ്ട 24 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം ഇടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുള്ള കാത്തിരിപ്പിലാണ് ഓരോ ബ്രസീൽ ഫാൻസും. പക്ഷേ സ്ക്വാഡ് അനൗൺസ് ചെയ്യുന്ന വരെ ബ്രസീൽ ഫാൻസ് എന്നുള്ള ഒരു ചങ്ങായിമാരും അതേപോലെ തന്നെ ബ്രസീലിൻ്റെ ഒരു ന്യൂസുകളും ഒരു ഇതും വരുന്നുണ്ടായിരുന്നില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ കാർലോ അഞ്ചലോട്ടിയുടെ സ്ക്വാഡിലോ അതുവരെയുള്ള ഫ്രണ്ട്ലി മാച്ചുകളിലൊന്നും നെയ്മർ ജൂനിയർ എന്ന് പറയുന്ന ബ്രസീലിൻ്റെ സുൽത്താനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പരിക്കുകളും അതേപോലെ തന്നെ സാന്റോസിലുള്ള ആ ഒരു എന്താ പറയുക കളിയുടെ ടൈമിങ്ങും കാര്യങ്ങളിലൊക്കെ ആൾക്ക് പ്രതീക്ഷിച്ച ആ ഒരു നിലവാരത്തിലേക്ക് ഉയരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പരുക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നെയ്മർ ജൂനിയർ വേൾഡ് കപ്പിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു ഇതൊക്കെയാണ് റൂമേഴ്സും കാര്യങ്ങളായിട്ട് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ബ്രസീൽ ഫാൻസുകാർ ഭയങ്കര നിരാശയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ ദിവസം വരികയാണ് 2026 വേൾഡ് കപ്പിലേക്കുള്ള ബ്രസീലിൻ്റെ 26 അംഗ സ്ക്വാഡ് കാർലോ അഞ്ചലോട്ടി കാത്തിരിക്കുകയാണ്. ഇതേപോലെ ഒരു സ്ക്വാഡ് കാത്തിരിപ്പ് ഒരു ടീമിനും ഈ വേൾഡ് കപ്പിൽ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യമാണ്. എന്താ പറഞ്ഞാൽ നെയ്മർ ഉണ്ടാവില്ല, ഒരു 99% നെയ്മർ സ്ക്വാഡിൽ ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ എന്നാലും കാർലോ അഞ്ചലോട്ടി എന്തായിരിക്കും, എന്താ പറഞ്ഞാൽ വലിയ വലിയ കൊമ്പന്മാരെ പരിശീലിപ്പിച്ച ഒരു കോച്ചാണ്. റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ടും ഇറ്റലിയിലും അതേപോലെ തന്നെ രാജ്യത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ കോച്ചായിട്ട് ഈ ചങ്ങായി നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ടായിരുന്നു നെയ്മറെ എങ്ങനെയും പുറത്തിട്ടോ, എന്താ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ മടിക്കില്ല എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ദിവസം. അങ്ങനെ ഇങ്ങനെ സ്ക്വാഡുകൾ ലിസ്റ്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സൈലൻ്റായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മൂമെൻറ്റ് നെയ്മർ ജൂനിയർ എന്ന് കാർലോ അഞ്ചലോട്ടി വിളിക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ മോനെ, ഒന്നും പറയാനില്ല, വേറെ ലെവലായിരുന്നു. അതേപോലെ തന്നെ അന്ന് മുതലാണ് സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ബ്രസീൽ ഫാൻസുകാരും അതേപോലെ തന്നെ നെയ്മറെ ആരാധിക്കുന്നു, നെയ്മറെ ഒരു ഫാൻസും അങ്ങനെ പൊന്തി വരാൻ തുടങ്ങുന്നു. ബ്രസീൽ ഈ വേൾഡ് കപ്പിൽ എന്താണ് കപ്പടിക്കുന്നുള്ള ഒരു ഇതിലേക്കൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്. എൻ്റെ കുറേ ചങ്ങായിമാർ ഈ ബ്രസീൽ ഫാൻസിൽ അടുത്ത് അറിയുന്ന കുറേ ചങ്ങായിമാർ എന്നെ പറഞ്ഞിരുന്നു, നെയ്മർ ഇല്ലെങ്കിൽ ബ്രസീലിനെ കൊണ്ടൊന്നും ആവില്ല. ഈ ഒരു സ്ക്വാഡ് ഡെപ്ത് കൊണ്ട് നെയ്മർ എന്നൊരു ഇമ്പാക്റ്റ് പ്ലെയർ ഇല്ലെങ്കിൽ അവരുടെ എന്താ പറയുക മെയിനായിട്ടുള്ളൊരു ആയുധമാണ്. ആളിനിപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ്, എത്രമാത്രം ഫോമിലാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആൾ ആ ഒരു മഞ്ഞ കുപ്പായത്തിൽ ആ ഒരു സ്റ്റാർട്ടിങ് 11 ഉണ്ടാവുന്നത് ബ്രസീലുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. എന്താ പറയുക ഓരോ ടൂർണമെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർക്ക് ഒരു പിടിപ്പോൾ വിനീഷ്യസും റഫീനിയൊക്കെ ഉള്ളതാണ്. പക്ഷേ ഒരു മുന്നിൽ നിന്ന് നയിക്കാനായിട്ട് നെയ്മർ ജൂനിയർ ഉണ്ടെങ്കിൽ പിന്നെ അവർക്കൊക്കെ ഒരു പ്രതീക്ഷയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2-3 വേൾഡ് കപ്പിൽ അവർക്ക് ഒരു പിടി സ്വപ്നങ്ങളൊക്കെ നൽകിയിട്ടാണ് പുറത്തു പോയതെന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ നെയ്മർ ഉള്ളപ്പോൾ അവർ ഈ വേൾഡ് കപ്പ് അടിക്കുന്ന കുറച്ച് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളി ടോപ്പ് അറ്റാക്കിംഗ് ത്രയം തന്നെയാണ് അവിടെ ഉള്ളത്. ഇപ്പം എന്താണ് റഫീനിയും വിനീഷ്യസ് ജൂനിയറും അതേപോലെ തന്നെ എൻട്രിക്കും മാത്യു കുഞ്ഞയും അതേപോലെ തന്നെ മാർട്ടിനെല്ലിയും നെയ്മർ ജൂനിയറൊക്കെ അടങ്ങുന്ന ഒരു കിടിലൻ അറ്റാക്കിംഗ് നിരയാണ് അവിടെ ഉള്ളത്. ഡിഫൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഗബ്രിയലും മാർക്കിനസും അതേപോലെ തന്നെ വെസ്ലിയും അടങ്ങുന്ന ഒരു ഗംഭീര ഡിഫൻസും ഉണ്ട്. ഗോൾ കീപ്പർ നോക്കിക്കഴിഞ്ഞാൽ എഡേഴ്സണും അതേപോലെ തന്നെ നമ്മുടെ സാക്ഷാൽ ലിവർപൂളിൻ്റെ അലിസൺ ബെക്കറും എന്താണ് കിടിലൻ ഗോൾ കീപ്പിംഗ് ആ ഒരു അടിപൊളി ഫോമിൽ നിൽക്കുന്ന പിള്ളേർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സമയത്തും പ്രശ്നം എവിടെയും ചോദിച്ചാൽ അവരുടെ മിഡ്ഫീൽഡ് തന്നെയാണ്. ഇപ്പോൾ മിഡ്ഫീൽഡിൽ കാർലോ അഞ്ചലോട്ടി വന്നതിന് ശേഷമാണ് കാസിമിറോ എന്ന് പറയുന്ന ചങ്ങായിനെ മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നതിന് ശേഷമാണ് ബ്രസീലിൻ്റെ കളി നിയന്ത്രിക്കുന്നതിലൊക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയതും അതേപോലെ തന്നെ ബ്രസീലിൻ്റെ ആ ഒരു എന്താണ് പുതിയ ടാക്ടിക്സിലേക്ക് വ്യത്യാസങ്ങൾ വരാൻ കഴിഞ്ഞത്. ഉദാഹരണം 4-2-4 എന്ന ശൈലിയിൽ കളിക്കുകയാണെങ്കിൽ അപ്പോൾ കാസിമിറോയും ബ്രൂണോയും ആയിരിക്കും മിഡ്ഫീൽഡ് ഭരിക്കാൻ പോകുന്നത്. എന്താ പറഞ്ഞാൽ ഇവർ രണ്ടാളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു ഫോർമേഷനിൽ എത്രമാത്രം ബ്രസീൽ മുന്നോട്ട് പോകുന്നു പറയാൻ. എന്താ പറഞ്ഞാൽ 4 അറ്റാക്കിംഗ് ഇല്ലാതെ ബ്രസീൽ മുന്നോട്ട് പോകില്ല. എന്താ പറഞ്ഞാൽ നെയ്മർ ജൂനിയറും വിനീഷ്യസ് ജൂനിയറും അതേപോലെ തന്നെ റഫീനിയൊക്കെ ഒരേ പൊസിഷനിൽ കളിക്കുന്നതാണ്. അപ്പോൾ ആരായിരിക്കും നമ്പർ 10 റോഡിൽ, നമ്പർ 9 ആരായിരിക്കും കളിക്കുക, മാത്യു കുഞ്ഞ് എവിടെ ആയിരിക്കും, അതേപോലെ മാർട്ടിനെല്ലി, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം എന്തായാലും ഇപ്പോൾ പനാമയ്ക്കെതിരെയുള്ള അവസാന മത്സരത്തിൽ വിജയിച്ചു. അതിനു മുമ്പ് ക്വാളിഫയർ മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരായിട്ട് ഫ്രാൻസായിട്ട് ക്വാളിഫയർ അല്ല ഫ്രണ്ട്ലി മത്സരങ്ങൾ ഫ്രാൻസായിട്ട് പരാജയപ്പെട്ടു, ജപ്പാനായിട്ട് പരാജയപ്പെട്ടു, ഫ്രാൻസായിട്ട് 10 ആൾ ഉള്ള ഒരു ടീമിനോടാണ് ഇവർ പരാജയപ്പെട്ടത് ബ്രസീൽ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു പുതിയ കുറേ പേരിപ്പോൾ ചെൽസിയുടെ താരങ്ങളായി കഴിഞ്ഞ 2 ആൾ ഇപ്പോൾ ഒരാൾ പരിക്ക് കാരണം അതേപോലെ ജാവോ പെട്രോ
ആള് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യമൊക്കെയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ആന്റണി, അങ്ങനെ പ്രമുഖരായ കുറേ പേര് പുറത്തിരുത്തിയിട്ടുണ്ട്. അഞ്ചലോട്ടിക്ക് എന്താണ് വേണ്ടതെന്നുള്ള, എന്താ പറഞ്ഞാൽ അഞ്ചലോട്ടിയിലൂടെയാണ് ബ്രസീലുകാർ ഈ സീസണിൽ അവർ കപ്പടിക്കില്ല എന്ന് കാണുന്നത്. എന്താ പറഞ്ഞാൽ അയാളിലൂടെയാണ് പ്രതീക്ഷ. എന്താ പറഞ്ഞാൽ ഒരുപാട് 5ഓളം ചാമ്പ്യൻസ് ലീഗും ഇഷ്ടംപോലെ ലീഗ് ട്രോഫികളും നേടിയ ഒരു കോച്ചാണ് കാർലോ അഞ്ചലോട്ടി. അപ്പോൾ അവർക്ക് അവസാന പ്രതീക്ഷ അതന്നെയാണ്, അഞ്ചലോട്ടിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റും. ഈ ഒരു വേൾഡ് കപ്പ് എന്താ പറഞ്ഞാൽ പഴയ പ്രൗഢി, 5 വേൾഡ് കപ്പ് നേടിയതാണ്. 2002 അവസാന വേൾഡ് കപ്പ് നേടുന്നതിന് മുമ്പ് തന്നെ ആ ഒരു വേൾഡ് കപ്പ് സ്ക്വാഡ് വരുന്ന സമയത്ത്, 2002 വരുന്ന സമയത്ത് വലിയ ഇമ്പാക്റ്റും അതേപോലെ വേൾഡ് കപ്പിന്റെ ഫേവറേറ്റുകളായിരുന്നു ഒന്നും ആയിരുന്നില്ല ബ്രസീലുകാർ. പക്ഷേ കളി അങ്ങോട്ട് ജപ്പാനിലും ആയിട്ടൊക്കെ നടന്ന മത്സരമാണ്. പക്ഷേ കളി അങ്ങോട്ട് കഴിഞ്ഞ് ഫൈനൽ വിസിൽ മുഴങ്ങുന്ന സമയത്ത് വേൾഡ് ചാമ്പ്യന്മാരായിട്ട് ബ്രസീലാണ്. പക്ഷേ ടീം മോശമൊന്നുമല്ല. റൊണാൾഡോ നെസാരിയോ, അതേപോലെ തന്നെ റിവാൾഡോ, അതേപോലെ തന്നെ റോബർട്ടോ കാർലോസ്, റൊണാൾഡീനിയോ, ഇങ്ങനെ അടങ്ങുന്ന ഒരു കിടിലൻ ബ്രസീൽ സ്ക്വാഡ് തന്നെയാണ്. പക്ഷേ ആരും അത്രമേൽ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ആ ഒരു ബ്രസീൽ കപ്പടിക്കുന്നത്. കാരണം അർജന്റീനയൊക്കെ ആ സമയത്ത് പീക്കിൽ നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. പക്ഷേ അവരെയൊക്കെ മറികടന്നിട്ട് ബ്രസീൽ അന്ന് ലോക ചാമ്പ്യന്മാരാവുകയാണ്. പിന്നെ കാത്തിരിപ്പുകളാണ് അവരുടെ ഓരോ വേൾഡ് കപ്പിലും. ലാറ്റിൻ അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയർ നോക്കിക്കഴിഞ്ഞാലും വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. 5ാം സ്ഥാനത്താണ് അവർ അവസാനിപ്പിക്കുന്നത്. 5ാം സ്ഥാനത്താണ് ആ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അവസാനിപ്പിച്ചത്. 5ാം പൊസിഷനിലാണ്, 5th പൊസിഷനിലാണ് ഉണ്ടായിരുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ 5th പൊസിഷനിലുണ്ടായി ഡയറക്റ്റ് തന്നെയാണ് വേൾഡ് കപ്പിൽ യോഗ്യം നേടിയത്. അത് 48 ടീമുകളാണ് ഈ പ്രാവശ്യം വേൾഡ് കപ്പിൽ മത്സരിക്കുന്നുള്ള കാര്യം അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ പ്ലേ ഓഫ് കളിച്ചിട്ട് വരേണ്ടി വന്നെന്നെ ബ്രസീൽ ടീം. അപ്പോൾ ഇങ്ങനെ ഒരു ടീം എവിടെ എത്തില്ല എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കരുത്. 2002 ഓർപ്പെടുത്തുകയാണ്. അപ്പോൾ ബ്രസീലുകാരെ എഴുതി തള്ളാൻ പറ്റില്ല. പക്ഷേ ബ്രസീലിന് ഏതാണ് ഒരു ജേർണലിസ്റ്റ് ഇതുവരെ വേൾഡ് കപ്പ് 3 വേൾഡ് കപ്പും ചാമ്പ്യന്മാരെ നിർണ്ണയിച്ച ഒരു ഗണിതശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്, ബ്രസീൽ ജപ്പാൻ അട്ടിമറിക്കും. ജപ്പാൻ അട്ടിമറിച്ചില്ലെങ്കിൽ അടുത്തത് പോർച്ചുഗലായിട്ടാണ് തോന്നുന്നു, അല്ല ഇംഗ്ലണ്ടായിട്ടാണ് കളി വരാൻ തോന്നുന്നു. ഇംഗ്ലണ്ട് കഴിഞ്ഞാൽ പിന്നെ അർജന്റീനയോ പോർച്ചുഗലായിട്ടും ക്വാർട്ടർ ഫൈനലിൽ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പിടിക്കട്ടെ, അതൊന്നും വിഷയമല്ല. നമുക്ക് ബ്രസീലിൻ്റെ മുന്നോട്ട് പോക്ക് എത്രമാത്രം, എന്താ പറഞ്ഞാൽ ഒരു ടീമിൻ്റെ നട്ടെല്ല് എന്ന് പറഞ്ഞാൽ മിഡ്ഫീൽഡാണ്. മിഡ്ഫീൽഡിൽ എത്രമാത്രം കാസിമിറോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കിടിലൻ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ബ്രൂണോയും നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, ശരിയാണ്. പക്ഷേ ഇവരുടെയൊക്കെ ഏറ്റവും അവസാന ലാപ്പിലാണ് ഇപ്പോൾ അവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കഥയ്ക്കുന്ന ഒരു മിഡ്ഫീൽഡ് തന്നെയാണ്. എന്താ ക്രിയേറ്റീവും എത്രമാത്രം ചെയ്യാൻ പറ്റും. ഇനി അത് ഇവരുടെ കൂടെ രണ്ടാളുടെ കൂടെ ഇനിയിപ്പോൾ 4-3-3 ആ ഒരു പൊസിഷനിൽ കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നെയ്മർ ജൂനിയർ ആ ഒരു ഫാൾസ് 9 അല്ലെങ്കിൽ നമ്പർ 10 പൊസിഷനിലൊക്കെ കളിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മാത്യു കുഞ്ഞിക്ക് ആ ഒരു പൊസിഷൻ കൊടുക്കുകയാണെങ്കിലും, റഫീനയ്ക്ക് ആ പൊസിഷൻ കൊടുക്കുകയാണെങ്കിലും, എങ്ങനെയായാലും ആ ഒരു മിഡ്ഫീൽഡ് ഒരു കാലത്ത് ബ്രസീൽ ഫുട്ബോളിന് സാമ്പാത്താളങ്ങൾക്ക് ഡിഫൻസിലും അതേപോലെ തന്നെ അറ്റാക്കിങ്ങിലും സപ്പോർട്ട് കൊടുത്ത് തിരമാലകളെ പോലെ അങ്ങനെ അവരുടെ അറ്റാക്കിങ് തന്നെ നമുക്ക് കാണാൻ പേടിയാണ് മറ്റുള്ള ടീമുകൾക്ക്. എന്ന് പറഞ്ഞാൽ തിരമാലകളെ പോലെ ഇരച്ച് കയറിയിട്ടാണ് ഒരു പോസ്റ്റിലേക്ക് വരിക. പിന്നെ ആ പോസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഗോൾ അടിക്കാതെ അവർ മടങ്ങാറില്ല. അപ്പോൾ അങ്ങനൊരു ഉണ്ടായിരുന്നു സാമ്പാത്താളങ്ങൾക്ക് നൃത്തം ചവിട്ടുന്ന പോലെ തന്നെ. എന്നിട്ട് ആ ഗോൾ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് കുറേ കാലങ്ങളായതുള്ള കാര്യമാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഈ മിഡ്ഫീൽഡിനെ എന്താണ് കാർലോ അഞ്ചലോട്ടി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് നമ്മൾ കാത്തിരിക്കണം. എന്താ പറഞ്ഞാൽ ഈ ബ്രൂണോയും അതേപോലെ തന്നെ കാസിമിറോ ഒക്കെ കഴിഞ്ഞ വേൾഡ് കപ്പിലാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ രണ്ടാളും പ്രായങ്ങളും അതേപോലെ തന്നെ അവരുടെ കളിയൊക്കെ ഈ ഒരു റണ്ണപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതായിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണോട് കൂടിയിട്ട് ആൾ വിട പറയുകയാണ്. അപ്പോൾ ഇന്റർ മിയാമിയിലേക്കാണ് പോകുന്നത്. പക്ഷേ ആളുടെയും സീസൺ എൻ്റെ ആണ്. ഇനി ആ അവസാനത്തെ വേൾഡ് കപ്പാണെന്നുള്ള കാര്യമൊക്കെയാണ്. അതേപോലെ നെയ്മർ ജൂനിയർ എത്രമാത്രം സ്ക്വാഡിൽ അതേപോലെ തന്നെ പ്ലേയിങ് ലെവലിൽ എത്ര നേരം കളിക്കും, സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാവുക അതോ സൂപ്പർ സബായിട്ടാണ് ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ പറഞ്ഞാൽ ആൾക്ക് ഇപ്പോഴും പരിക്ക് പിന്നാലെ കൂടിയിട്ടുണ്ട്. അങ്ങനൊരു പ്രശ്നമുണ്ട്. പിന്നെ ബ്രസീൽ 1960 ബാക്ക് ടു ബാക്ക് ചാമ്പ്യന്മാരായിട്ടുള്ളത്. അതിനുശേഷം വേറൊരു ടീമും ഇതുവരെ ബാക്ക് ടു ബാക്ക് ചാമ്പ്യന്മാരായിട്ടുള്ള എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ ഇപ്പോൾ ഒരു പനാമയായിട്ടൊരു മത്സരം കഴിഞ്ഞ് ഇനി ഈജിപ്തായിട്ടൊരു മത്സരം വരുന്നുണ്ട്. അതിലൊക്കെ കാർലോ അഞ്ചലോട്ടി ഈജിപ്തായിട്ടും നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല എന്നുള്ള ഇതൊക്കെ ന്യൂസുകളാണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ മത്സരത്ത് അടിപൊളിയായിട്ട് 6-1 വിജയമൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു, 6-2 വിജയമൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമുക്ക് ചോദ്യങ്ങൾ ഈ മിഡ്ഫീൽഡിൽ തന്നെയാണ്. വലിയ ക്ലബ്ബുകളായിട്ട് വലിയ ടീമുകളായിട്ട് കളി എന്താ പറഞ്ഞാൽ ഈ ഒരു സീസൺ നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ വേൾഡ് കപ്പ് അടിക്കാനുള്ള 8ഓളം അല്ലെങ്കിൽ 10ഓളം ടീമുകളുണ്ട്. അതിലിപ്പോൾ ഫ്രാൻസ് ഉണ്ട്, അർജന്റീന, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, മൊറോക്കോ, നെതർലാൻഡ്, അങ്ങനെ ഒരുപാട്. പിന്നെ കറുത്ത കുതിരകളായിട്ട് ആരൊക്കെയാണ് ഇനി വരാൻ പോകുന്നതെന്ന് അറിയില്ല. പോർച്ചുഗലും അതേപോലെ തന്നെ എല്ലാവരും, അങ്ങനെ ഒരുപാട് ടീമുകളുണ്ട്. 48 ടീമുകളിൽ ഇനി കറുത്ത കുതിരകളായിട്ട് ഇവരെ കട്ടിമറിച്ചിട്ടും പലതും നടക്കാം. അപ്പോൾ
ഈ ഒരു കളി എത്രമാത്രം മുന്നോട്ട് പോകാന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. 2002 വേൾഡ് കപ്പ് വിജയം ശേഷം ഏറ്റവും കൂടുതൽ പ്രാവശ്യം ക്വാർട്ടർ ഫൈനലിലാണ് ബ്രസീൽ പരാജയപ്പെടുന്നത്. അതിനിടയിൽ 2014 മാത്രമാണ് സെമി ഫൈനലിൽ ജർമ്മനിയോട് ഇപ്പോഴും ബ്രസീൽ ഫാൻസുകാർ ട്രോള് ഏറ്റു വാങ്ങിക്കൊണ്ടിരിക്കുന്ന 7-1 സെവനപ്പിൻ്റെ ആ ഒരു തോൽവിയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ക്വാർട്ടർ ഫൈനലിലായിരുന്നു നെയ്മർ ജൂനിയർക്ക് കൊളംബിയയുടെ ഒരു ഫൗളിലൂടെ അവർ അന്ന് നെയ്മർക്ക് ഗുരുതരമായി പരിക്ക് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തു പോവുകയാണ്. അതിനുശേഷമുള്ള സെമി ഫൈനലിൽ സിൽവയ്ക്കും അതേപോലെ തന്നെ നെയ്മർ ജൂനിയർക്കും ടീമിൽ കളിക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്താ പറഞ്ഞാൽ സിൽവയ്ക്ക് ഒരു സസ്പെൻഷൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നെയ്മർ ജൂനിയർക്ക് പരിക്ക് ഗുരുതരമായതോടുകൂടി ആ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായതോടുകൂടിയിട്ട് 7-1 ഇപ്പോഴും നെയ്മർ ജൂനിയർ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ബ്രസീലുകാർ ഇപ്പോഴും ചോദിക്കും ആ ട്രോളിനെതിരെ. അങ്ങനെ ആ ഒരു വലിയ തോൽവി ശേഷം പിന്നെ 2006, 2010, 2018, 2018, 2022 ഈ വർഷങ്ങളിലെല്ലാം ക്വാർട്ടർ ഫൈനലിലാണ് ബ്രസീൽ പുറത്തായിട്ടുള്ളത്. ആദ്യമായിട്ട് 2006 ഫ്രാൻസിനോടൊറ്റ് പുറത്താവുകയാണ് ക്വാർട്ടർ ഫൈനലിൽ. 2010 നെതർലാൻഡിനോടാണ് പരാജയപ്പെട്ടത്. 2018 ഗോൾഡൻ ജനറേഷൻ ആയിരുന്ന ബെൽജിയത്തോടാണ് പരാജയപ്പെട്ടത്. 2022 സാക്ഷാൽ മോഡ്രിച്ചിൻ്റെ ക്രൊയേഷ്യയോടാണ് ഏറ്റവും പരാജയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിലെങ്കിലും ആ മഞ്ഞപ്പട തിരിച്ചു വരികയും അതേപോലെ തന്നെ വേൾഡ് കപ്പിൽ 6ാമത്തെ വേൾഡ് കപ്പ് സ്വന്തമാക്കിയിട്ട് ബ്രസീലിൻ്റെ ഷെൽഫിലേക്ക് കാർലോ അഞ്ചലോട്ടി എന്ന് പറയുന്ന ചാണക്യനായ ആ ഒരു കോച്ച് എത്തിക്കും എന്ന പ്രതീക്ഷയിലാണ് ഓരോ ബ്രസീൽ ഫാൻസും. ഇപ്പോൾ ഇപ്പോൾ ഒരു പിടി താഴെയായിരുന്നു അവരുടെ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നെയ്മർ ജൂനിയർ സ്ക്വാഡിൽ വന്നതോടുകൂടിയിട്ട് വല്ലാത്തൊരു ഹാലളകിയിട്ട് ഇപ്പോൾ അർജന്റീനയ്ക്കും പോർച്ചുഗലിനും എപ്പം തന്നെ കിടപിടിക്കാവുന്ന ആ ഒരു വെല്ലുവിളികളും അതേപോലെ തന്നെ ഫ്ലെക്സുകളും കാര്യങ്ങളൊക്കെ നാട്ടിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്കിയെല്ലാം ഈ വേൾഡ് കപ്പിൽ കണ്ടറിയാം. എന്താ പറഞ്ഞാൽ കിടലൻ ക്വാർട്ടർ ഫൈനലിൽ തന്നെ പ്രീ ക്വാർട്ടർ ഫൈനലിൽ തന്നെ കടുകട്ടിയായ മത്സരങ്ങളാണ് വരാൻ പോകുന്നത്. വമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വേൾഡ് കപ്പ് അത്ര എളുപ്പമല്ല അങ്ങോട്ട് നേടുക എന്ന് പറഞ്ഞാൽ അതിനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ നമുക്ക് ഇവരുടെ സ്ക്വാഡ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഗോൾ കീപ്പർമാരിലേക്ക് നോക്കുകയാണെങ്കിൽ അലിസൺ ബെക്കറും എഡേഴ്സണും അതേപോലെ തന്നെ വിവേർട്ടൺ, ഇവർ 3 പേരാണ് ഗോൾ കീപ്പർമാരായിട്ടുള്ളത്. നമുക്ക് ഡിഫൻസിൽ നോക്കുകയാണെങ്കിൽ ഡിഫൻസ് മാർക്കീനസും ഗബ്രിയലും നയിക്കുന്ന വെസ്ലി, ഡാനിലോ, അലക്സാൻഡ്രോ, ബ്രമ്മർ, അങ്ങനെ ഒരു കിടിലൻ ഡിഫൻസൊക്കെ സെറ്റാണ്. അതേപോലെ തന്നെ മിഡ്ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാസിമിറോ ഉണ്ട്, ബ്രൂണോ, ഗുമാരസ്, സാന്റോസ്, പെക്കുറ്റ. അവിടെയാണ് ഒരു ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ബ്രസീൽ സ്ക്വാഡിൽ തന്നെ. എന്താ പറഞ്ഞാൽ ബ്രസീലിൻ്റെ ഒരു കാലം നോക്കിക്കഴിഞ്ഞാൽ അവർ ധാരാളമായിട്ട് അവരുടെ പ്ലേയേഴ്സ് അത്രയും ധാരാളത്താണ് എല്ലാ പൊസിഷനിലും കളിക്കാവുന്ന ബെഞ്ച് സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ. പക്ഷേ മിഡ്ഫീൽഡിൽ നോക്കുമ്പോൾ ഈ ഒരു സമയത്ത് അവിടെ കുറേ ഗ്യാപ്പുകൾ കാണുന്നുണ്ട്. അതേപോലെ അറ്റാക്കിങ് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത അറ്റാക്കിംഗ് ആണ്. വിനീഷ്യസ് ജൂനിയറും നെയ്മർ ജൂനിയറും അതേപോലെ തന്നെ മാത്യു കുഞ്ഞിയും റഫീനിയും അതേപോലെ തന്നെ മാർട്ടിനെലിയും, അങ്ങനെ ഒരു കിഡിലൻ അറ്റാക്കിംഗ് ത്രയം തന്നെയാണ് ബ്രസീലിനുള്ള. ആ ഒരു അറ്റാക്കിംഗ് ത്രയത്തിൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നെയ്മർ ജൂനിയറിനെ അപേക്ഷിച്ച് ഇപ്പോൾ റഫീനിയും വിനീഷ്യസ് ജൂനിയറൊക്കെ കിഡിലൻ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ പരുക്ക് മാറിയിട്ട് ഇപ്പോൾ റഫീനിക്കും ഒരു നീണ്ടകാലത്തെ പരുക്ക് മാറിയിട്ട് വരെയാണ് വിനീഷ്യസ് ജൂനിയർ കാർലോ അഞ്ചലോട്ടിക്ക് കീഴിൽ നമ്മുടെ റയൽ മാഡ്രിഡിൽ എന്താണ് കാണിച്ചതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വിനീഷ്യസ് ജൂനിയറും റഫീനിയൊക്കെ റഫീനിയൊക്കെ ബാഴ്സലോണയ്ക്ക് വേണ്ടി കിടിലൻ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ മഞ്ഞക്കുപ്പായത്തിൽ അവർക്ക് ആ കളി എടുക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ വിനീഷ്യസും റയൽ മാഡ്രിഡിൽ കിടിലൻ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മഞ്ഞക്കുപ്പായത്തിൽ ബ്രസീലിന് വേണ്ടിയിട്ട് അത്ര നല്ല മികച്ച പ്രകടനമല്ല കാഴ്ച. അവസാന മത്സരത്തിൽ ഗോളും അസിസ്റ്റൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നെയ്മർ ജൂനിയറും കൂടി സ്ക്വാഡിൽ കൂടിയിട്ട് ഇനി എന്താണ് ബ്രസീലിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക, അതേപോലെ ബ്രസീൽ ഫാൻസ് എന്താണ് പ്രതീക്ഷിക്കുന്നത് കാത്തിരുന്ന് തന്നെ കാണാം. വേൾഡ് കപ്പിന് ഇനി കുറച്ച് ദിവസങ്ങളുള്ളൂ. നാളെ പുതിയൊരു ടീമുമായിട്ട് വരുന്നതാണ്. അതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ, വേൾഡ് കപ്പ് ലോകത്തെ വിശേഷങ്ങളുമായി ഇനി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ബ്രസീൽ ഫാൻസായ ചങ്ങായിമാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക.